പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ ചിന്താധാരകളും ഭാരതീയ വീക്ഷണങ്ങളും ഭാരതത്തിൻ്റെ നേട്ടങ്ങളുമെല്ലാം ലോകമെമ്പാടുമുള്ള പണ്ഡിതരും ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും ഏത് പ്രകാരമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ വിവരണങ്ങളാണ് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും നമ്മൾ കേൾക്കാറുള്ളത്. ഇന്ന് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് ഏറ്റവും വലിയൊരു ആയുർവേദ സെമിനാർ നടത്താൻ പോവാണ്. ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽക്ക് 8-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ആ സെമിനാറിൽ പങ്കെടുക്കാൻ വളരെ പ്രത്യേകമായിട്ടുള്ള ക്ഷണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനവിടെ പോകുന്നത് കൂടി. അവിടെ ആദ്യത്തെ ദിവസം മാർച്ച് 31, ഏപ്രിൽ 1 തീയതികളിൽ ആയുർവേദത്തെക്കുറിച്ച് നടത്തുന്ന വീഡിയോ, ഓഡിയോ റെക്കോർഡിങ്, പ്രസ് മീറ്റ് എല്ലാത്തിലും ആയുർവേദത്തെക്കുറിച്ച് വിവരിക്കാനുള്ള ഭാഗ്യം എനിക്കാണ് അവർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, വെറും ഒരു ആയുർവേദ സെമിനാറല്ല. പലപ്പോഴും കേരളത്തിൽ, ഭാരതത്തിൽ നടക്കുന്ന ആയുർവേദ സെമിനാറിൽ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. പണ്ടത്തെ മാതിരിയല്ല ഇപ്പോൾ നല്ല രീതിയിലുള്ള പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ധാരാളം പ്രൊഫസർമാർ ആത്മാർത്ഥമായിട്ട് ആയുർവേദ സെമിനാർ നടത്താറുണ്ട്. പക്ഷെ മറ്റേതൊരു സയൻസ് വിഷയത്തിലെ സെമിനാറും പോലെയാണ് ആയുർവേദത്തിൽ സെമിനാർ നടത്താറുള്ളത്. ഉച്ചയാവുന്ന സമയത്ത് ഭക്ഷണത്തോടൊപ്പം ചിക്കൻ കറിയും മട്ടൻ കറിയും ഇതൊക്കെ ആയുർവേദ സെമിനാറിൻ്റെ ഭാഗമാണ്. പക്ഷെ ഓസ്ട്രേലിയയിൽ നടത്താൻ പോകുന്ന വലിയ ആയുർവേദ സെമിനാർ ശരിക്കും ധന്വന്തരി പൂജയോടുകൂടി ആരംഭിക്കുന്നത്. അവിടെ ഹോമങ്ങളുണ്ടാവും, പൂജകളുണ്ടാവും, മന്ത്രധ്വനി ഉണ്ടാവും. പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആയുർവേദം എങ്ങനെയാണോ ഭാരതത്തിൽ വളർന്നത്, എങ്ങനെയാണോ ആയുർവേദത്തെ വളർത്തണമെന്ന് ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുന്നത്, അതേപോലെ ഭാരതത്തിൽ ഈ കാലഘട്ടത്തിൽ ആയുർവേദ സെമിനാർ നടക്കാറില്ല. ചില ആശ്രമങ്ങളിലോ ചില പ്രത്യേക ട്രഡീഷണൽ ആയുർവേദം പഠിപ്പിക്കുന്ന സ്ഥലത്തോ ഒരു പക്ഷെ നടക്കുന്നുണ്ടാവും, മറ്റൊരു സ്ഥലത്ത് നടക്കാറില്ല. എന്നാൽ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിലും ഇന്നും പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രണ്ടും കൂടി ചേർന്നിട്ടാണ് അവിടെ നടത്തുക. ആത്മീയത വിടാതെ അതിഗംഭീര ഏത് രോഗിയും മന്ത്രവും ഹോമങ്ങളും പൂജകളും തൊടാതെ ചികിത്സ അവിടെ ആരംഭിക്കില്ല. വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും. ഇത് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡാണ്. ആ മെത്തേഡാണ് യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയയിൽ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം നടന്ന സെമിനാറിൽ അമേരിക്കയിൽ നിന്ന് വന്നവർ, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവർ, ജർമ്മനിയിൽ നിന്ന് വന്നവർ ഏതാണ്ട് 260 പേര് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. ഋഷികേശിൽ നടന്ന സെമിനാറിൽ അവരെല്ലാം ഭാരതീയരെക്കാൾ സിൻസിയറായിട്ട് മന്ത്ര, തന്ത്ര, കർമ്മ, ഔഷധ ചികിത്സയിലൂടെയാണ് ആ സെമിനാറിൽ 7 ദിവസം അറ്റൻഡ് ചെയ്തത്. അവിടെ നിന്ന് വന്നവരെല്ലാം പറഞ്ഞത്, വി ഡു നോട്ട് വാണ്ട് എ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ മോഡേൺ മെഡിക്കൽ സയൻസ് ഇൻ ആയുർവേദ. ആധുനിക ചികിത്സാ സമ്പ്രദായം എങ്ങനെയാണോ ഇപ്പൊ നടക്കുന്നത്, അതിന് പകരം ഒരു ആയുർവേദം അല്ല വേണ്ടത്, മറിച്ച് പുരാതന ആയുർവേദം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഭാരതത്തിന്റെ മണ്ണിൽ ഉദയം ചെയ്ത ആയുർവേദം എത്രത്തോളം സയൻസും ആത്മീയതയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അത് തന്നെ ഉള്ളതാ ഇന്നും വേണ്ടത്. അതാണ് ഓസ്ട്രേലിയയുടെ മണ്ണിൽ നടക്കാൻ പോകുന്നത്. അതാണ് അത്ഭുതകരമായൊരു വസ്തുത. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഫരീദ ഇറാനി എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റർ, ഇറാൻകാരി സ്ത്രീയാണ്. ഓസ്ട്രേലിയൻ പൗരത്വം സ്വീകരിച്ചവരാണ്. അവരുടെ ജീവിതം തന്നെ ആയുർവേദത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തൊരു ആക്റ്റീവായിട്ടുള്ള സ്ത്രീയാ അവര്, ആയുർവേദത്തിന് വേണ്ടി ജീവിക്കാം. എന്നോട് അവർ പറഞ്ഞത്, ഈ ഓസ്ട്രേലിയയിൽ മുഴുവൻ ഒരു 30 ദിവസം നിങ്ങൾ തങ്ങണം.
എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾ ക്ലാസ് എടുക്കണം. നിങ്ങൾ വേദമന്ത്രത്തോടു കൂടി വേണം ആയുർവേദം പ്രചരിപ്പിക്കാൻ. വെറും ഡ്രഗ് എന്ന് പറഞ്ഞ ചെടികളുടെ ഇലയും തൊലിയൊക്കെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഷായം ഉണ്ടാക്കി കുടിച്ചാൽ മതി എന്നല്ല, അതിൻ്റെ പുറകിലുള്ള ശാസ്ത്രവും ആത്മീയതയും എല്ലാം പറയണം. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിൻ്റെ ആ പൊരുള് ഇന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അത്യന്താധുനിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ആ ശാസ്ത്രമണ്ഡലത്തിലേക്ക് ഭാരതീയ പൈതൃകത്തെ കൊണ്ടുവരുമ്പോൾ അത് ഭാരതീയ പൈതൃകം അർഹിക്കുന്ന രീതിയിൽ വേണമെന്ന് നിർബന്ധിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഒരു സ്ഥലത്ത് പറയുകയും ചെയ്തിരുന്നു, നമ്മളെല്ലാവരും ആയുർവേദത്തെ ഇംഗ്ലീഷുകാരൻ സ്വീകരിക്കാൻ പാകത്തിന് ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് തെറ്റാണ്. സാമ്പാറ് ഇംഗ്ലീഷുകാരനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ സാമ്പാറിന് വേറൊരു പേരിടുന്നതിന് പകരം സാമ്പാർ എന്ന പേരിട്ട് തന്നെ അവനെ പഠിപ്പിക്കണം. ചട്നി എന്ന പേരിട്ട് തന്നെ പഠിപ്പിക്കണം. ഇഡ്ഡലി ദോശ എന്ന പേരിട്ട് തന്നെ അവനെ പഠിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ അവനത് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളിപ്പോൾ ചെയ്യാറുള്ളത്, ഈ ദോശയ്ക്ക് പാൻ കേക്ക് എന്ന് പറഞ്ഞ അയാളുടെ പേര്, സാമ്പാറിന് അയാളുടെ ഉദ്ദേശിക്കുന്ന പേര്. ഇതാണ് ആയുർവേദത്തിന് പറ്റുന്ന അബദ്ധം. അത് മാറ്റാൻ ഓസ്ട്രേലിയക്കാർ തീരുമാനിച്ചു. യു ടീച്ചേഴ്സ് ആയുർവേദ ദ വേ ഇൻ വിച്ച് ദ ഋഷീസ് ടോട്ട് യു ദ സബ്ജക്ട് എന്നാ പറയാം. അവർ പറയുക, നിങ്ങളെ എങ്ങനെയാണോ ഋഷിവൈദ്യന്മാർ പഠിപ്പിച്ചത് അതേപോലെ ഞങ്ങളെ പഠിപ്പിച്ചാൽ മതി. നിങ്ങളുടെ രീതിയിൽ ഞങ്ങളെ പഠിപ്പിക്കേണ്ട, നിങ്ങളുടെ ഭാഷ ഉപയോഗിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കിപ്പിക്കേണ്ട, അവര് പറഞ്ഞു തന്ന രീതിയിൽ പഠിപ്പിക്കാം. ഇതൊരു വലിയ മാറ്റാണ്. ഭാരതത്തിനകത്ത് മാത്രമല്ല, ഭാരതത്തിന് പുറത്ത് അമേരിക്കയെയും കാനഡയെയും ജർമ്മനിയെയും പോലെ വികസിച്ച ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടക്കുന്ന ഈ സെമിനാറിന് നമ്മുടെ ട്രഡീഷണൽ വേയിൽ ആയുർവേദം പ്രചരിപ്പിക്കണമെന്ന് ഉൾക്കൊള്ളിക്കണമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ ചിന്താധാരയുടെ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവുമാണ് പ്രതിഫലിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമ്മളുടെ ആയുർവേദ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടു കൂടി എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു.